ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരുപാട് താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിരുന്നു. അതിലൊരു താരമാണ് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഇന്ത്യൻ സൂപ്പർ താരമായ അമീർ റണവാഡെ. അദ്ദേഹത്തെ മോഹൻ ബഗാനാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സാലറിയും വഹിക്കാമെന്ന് മോഹൻ ബഗാൻ ഏൽക്കുകയായിരുന്നു. ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് അമീർ റണവാഡയെ പോകാൻ അനുവദിച്ചു. പക്ഷേ ഈ സീസണിന് ശേഷം അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. MBFT ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് അമീർ റണവാഡയുടെ കാര്യത്തിൽ മോഹൻ ബഗാൻ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് MBFT റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ സ്ഥിരമായി കൊണ്ട് നിലനിർത്തണോ അതല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ മടക്കി അയക്കണോ എന്ന കാര്യത്തിൽ ഇതുവരെ മോഹൻ ബഗാൻ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഈ സീസണിന് ശേഷം മാത്രമായിരിക്കും അമീർ റണവാഡയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ആശിഷ് റായുടെ കാര്യത്തിലും മോഹൻ ബഗാൻ ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആശിഷ് റായ്ക്ക് പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തിന്റെ പകരമായിക്കൊണ്ടാണ് റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് അമീർ റണവാഡയെ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും ഈ രണ്ട് താരങ്ങളുടെയും കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ ഈ സീസണിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. കേരള ബ്ലാസ്റ്റേഴ്സ് അമീർ റണവാഡയെ തിരിച്ചെത്തിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്ഥിരമായി കൊണ്ട് കൈവിട്ട് കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. എന്തെന്നാൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ മികച്ച താരങ്ങളുടെ അഭാവം ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്നുണ്ട്. മാത്രമല്ല 5 വർഷത്തേക്കുള്ള ഒരു കരാറൊക്കെ അമീർ റണവാഡയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ സാമ്പത്തിക പ്രതിസന്ധി അലട്ടിയതോടുകൂടിയാണ് കൂടുതൽ സാലറി ഉള്ള ഇദ്ദേഹത്തെ മോഹൻ ബഗാന് കൈമാറാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.